ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേരിയസിന് വേണ്ടിയിട്ട് മന്ത്ലി ജാനുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഇതിന് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ ആൻഡ് ലൈക്ക് ചെയ്യുക വീഡിയോസിനെ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസൊക്കെ റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് മന്ത്ലി ജാനുവരി മെസ്സേജസ് നിങ്ങൾക്ക് എന്താണെന്ന് റീഡിങ്ങിൽ കാണാം. ഹലോ, അപ്പോൾ അക്വേരിയസ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് ജാനുവരി മാസത്തിൻ്റെ, അത് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി അക്വേരിയസിന് വേണ്ടിയിട്ട് ജാനുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്റ്റിൽ 5 ഓഫ് കപ്സ് ആണ്. കറണ്ട് എനർജി സ്റ്റാർ, അത് അക്വേരിയസ് എനർജിയാണ്. ഫ്യൂച്ചർ എനർജി സൺ, ലിയോ എനർജി. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം, ചാലഞ്ചായിട്ട് നിങ്ങൾക്ക് ഏസ് ഓഫ് വാൻഡ്സ്, അഡ്വൈസ് 6 ഓഫ് പെൻറ്റക്കിൾസ്, ഹിഡൻ ഫാക്ടറിലെ ലവേഴ്സ് ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ അക്വേരിയസ് നിങ്ങളുടെ ഓവറോൾ എനർജി 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഈ മാസം. 2 ഓഫ് പെൻറ്റക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്, ഒരു ചോയ്സസിൻ്റെ എനർജിയാണ്. കുറേ ബിസി സ്കെഡ്യൂൾ ആവുമ്പോൾ നമ്മളുടെ എനർജി ബാലൻസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ കരിയർ എല്ലാം കൂടിയും ഒരു ഇംബാലൻസ് ആണ്. അതും ആയിരിക്കാം ഈ 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഇൻഡിക്കേഷൻ. അപ്പോൾ എന്താണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ? 7 ഓഫ് വാൻഡ്സ് ആൻഡ് നിങ്ങൾക്ക് 7 ഓഫ് സോഡ്സ് ഉണ്ട്. 2 sevens, ഓക്കെ, 7 7. അപ്പോൾ 7 ഓഫ് സോഡ്സ് ഡിസെപ്ഷൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഈ മാസം കുറേ ബ്ലോക്കേജസ് ഞാൻ കാണുന്നുണ്ട്. ഇത് ആക്ച്വലി സെൽഫ് ക്രിയേറ്റഡ് ബ്ലോക്കേജസ് ആയിരിക്കാം, നിങ്ങളുടെ ഉള്ളിലത്തെ ബ്ലോക്ക് ആയിരിക്കാം. അതല്ല വെച്ചാൽ വേറെ ആൾക്കാർ വേണിച്ചിട്ട് നിങ്ങളുടെ പ്രോഗ്രസ്സിനെ ബ്ലോക്ക് ചെയ്യണ എനർജിയും ആവാം. നിങ്ങൾക്ക് അറിയാം ഇവർ ആരാണെന്ന്. ആൻഡ് നിങ്ങൾ ഈ നെഗറ്റീവ് എനർജീനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബിലീഫ്സിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ മാസം കുറച്ചൊരു ചാലഞ്ചിങ് മാസം ആയിരിക്കാം. അതുകൊണ്ടാണ് ഈ ഇംബാലൻസ് ആവണത് നിങ്ങളുടെ എനർജിയിൽ. ഇപ്പോൾ 5 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിലും ഞാൻ എന്തോ ഒരു റിഗ്രറ്റിൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഇടയ്ക്ക് എന്തോ മുമ്പത്തെ കാര്യം ഓർത്തിട്ട് അതിനെ റിഗ്രറ്റ് ആണ് ചെയ്യണത്. എന്തോ വിഷമമുണ്ട് അവിടെ. അത് നിങ്ങൾ എന്തോ ചെയ്തില്ല, ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്തില്ല, ആ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ലോസ് ഉണ്ടായിട്ടുണ്ട്, ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിനെ കുറിച്ച് നിങ്ങൾക്ക് കുറേ റിഗ്രറ്റ് ഉണ്ടായിരിക്കാം. അതല്ല ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരിക്കാം. ഈ പേഴ്സണെ ഡെഫിനറ്റ്ലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പാസ്റ്റ് എനർജിയിൽ കാണുന്നുണ്ട്. ഹെർമിറ്റ് വെർഗോ എനർജിയാണ്. പക്ഷെ കറണ്ട് എനർജിയിൽ ജാനുവരിയിൽ നിങ്ങൾ ആ എനർജിന്ന് പുറത്ത് വന്നിട്ട് ഹീൽ ചെയ്യാനാണ് നോക്കണത്. കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് ഇപ്പോൾ നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ ഹീലിംഗിലാണ് ഫോക്കസ് ചെയ്യണത്, മുമ്പോട്ട് മൂവ് ചെയ്യാനാണ് ശ്രമിക്കണത്. ഇമോഷണൽ ഡിസപ്പോയിൻമെന്റിന് പുറത്തു വരാനാണ് നോക്കണത്. 7 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾ കുറെ പേഷ്യൻ്റ്ലി നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഈ ഫീലിങ്സിനെയൊക്കെ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അറിയാം എവിടെയോ ഫ്യൂച്ചറിൽ നിങ്ങളുടെ സമയം മാറും എന്ന്. ആ ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക്. ആൻഡ് പറഞ്ഞ മാതിരി ഇപ്പോൾ ഒരു നല്ല സമയം വരണ ഇൻഡിക്കേഷൻ ഇവിടെ ഉണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളുടെ ചീത്ത സമയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നല്ല പുതിയ
സമയം ആണ് വരാൻ പോണത്, പുതിയ എനർജിയാണ് പറയണത് നിങ്ങളുടെ ലൈഫിൽ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കുറെ എഫേർട്ടും നിങ്ങൾ ഇട്ടുണ്ട്. നിങ്ങളുടെ പാസ്റ്റിൽ ഇട്ട എഫേർട്ടിന്റെ ഒക്കെ റിവാർഡ്സ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ വരാൻ പോണ സമയം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ടൈമാണ്. ഫ്യൂച്ചറിൽ സൺ ആണ്, ലിയോ എനർജി. പക്ഷെ സൺ അബണ്ടൻസിന്റെ എനർജിയാണ്, ഹാപ്പിനെസിന്റെ എനർജിയാണ്. പറഞ്ഞ മാതിരി നിങ്ങളുടെ സമയം ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങൾ പോണത് ഫ്യൂച്ചറിൽ അബണ്ടൻസ് ആൻഡ് ഹാപ്പിനെസിന്റെ ഡയറക്ഷനിലേക്കാണ്. അപ്പോ ഇവിടെ സൺ എന്താണ്? 3 of Pentacles ആൻഡ് 8 of Swords. അപ്പൊ നിങ്ങൾ ഈ സ്റ്റാഗ്നേഷനിലായിരുന്നു മുമ്പേ, പക്ഷെ ഇപ്പോൾ നിങ്ങൾ അതിന് പുറത്ത് വന്നിട്ട് ഈ കുറച്ചുകൂടി ഒരു ഓപ്പൺ മൈൻഡഡ് എനർജിയിലാണ്. പുതിയ എക്സ്പീരിയൻസസ്, പുതിയ ആൾക്കാർ, നിങ്ങൾ കുറെ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പം മെല്ലെ മെല്ലെ ഈ കേജിന് നിങ്ങൾ പുറത്തു വരണു. ഓക്കെ, പക്ഷെ കുറെ അബണ്ടൻസും ഉണ്ട്, കുറെ ഹാപ്പിനെസ്സും വരുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ഏസ് ഓഫ് വാൻസ് ആണ്. പാഷൻ, നിങ്ങൾക്ക് ഒന്നിലും ഒരു പാഷൻ ഫീൽ ചെയ്യില്ല. തുടങ്ങണത് നല്ല പോലെയാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് വേഗം നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവുന്നുണ്ട്, ഇല്ല ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഏസ് ഓഫ് വാൻസ് എന്താണ് ഇവിടെ ചാലഞ്ച് ആയിട്ട്? ഞാൻ പറഞ്ഞ മാതിരി കുറെ ഒരു ബ്ലോക്സും ഉണ്ട് ഈ മാസം. ആൻഡ് അതുകൊണ്ട് നിങ്ങളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കുറച്ച് ലോ ആവണു, അതാണ് ഞാൻ കാണുന്നത്. പേജ് ഓഫ് സോർഡ്സ് ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്, പുതിയ ലെസൺസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ലൈഫിൽ പുതിയ ലെസൺസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പറഞ്ഞാൽ പുതിയ എക്സ്പീരിയൻസസും ഉണ്ടാവുന്നുണ്ട്, പുതിയ ലെസൺസും അതിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് ഉണ്ടായിട്ടും എവിടെയോ നിങ്ങൾ ഒരു ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത് ഈ മാസം. ലോ കോൺഫിഡൻസ് ആയിരിക്കാം, ഇല്ലാച്ചാ നിങ്ങൾക്ക് ഒരു ഫീലിംഗ് ഉള്ളത് എന്താ വെച്ചാൽ ഞാൻ എത്രയും ശ്രമിച്ചിട്ടും എനിക്ക് അതുപോലെ ഒരു റിവാർഡ് ഇല്ല, പറഞ്ഞാൽ എപ്രീസിയേഷൻ ഇല്ല, ആരും എന്നെ എപ്രീഷിയേറ്റ് ചെയ്യില്ല ലൈഫിൽ, റിലേഷൻഷിപ്പിൽ, കരിയറിൽ. ആൻഡ് ഫിനാൻഷ്യലി അതിലും കുറച്ചൊരു ഈ മാസം കുറച്ചൊരു സൂക്ഷിക്കാനുള്ള എനർജിയാണ്. എന്തെങ്കിലും ചെയ്യണ മുമ്പേ, എന്തെങ്കിലും പുതിയതായി ബിഗിനിങ് ഉണ്ടാവണ മുമ്പേ അതിനെ കുറച്ച് നല്ല പോലെ റിസർച്ച് ചെയ്യുക. എന്നുവെച്ചാൽ ഈ ഏസ് ഓഫ് വാൻസ് ചില സമയത്ത് ഒരു എടുത്തച്ചാട്ടും ആവാം, പറഞ്ഞാൽ ഒരു ഇമ്പൾസീവ് എനർജി ആവാം. അത് ജോയിൻ ചെയ്തിട്ട് ഇല്ല ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് ഇത് ശരിയല്ല എന്ന്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് കുറച്ചുകൂടി റീസേർച്ച് ചെയ്ത എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യണ മുമ്പേ നിങ്ങൾ അതിനെ കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ഒരു ഡിസിഷൻ എടുക്കാം. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണുന്നുണ്ട് ചാലഞ്ചായിട്ട്. 6 of Pentacles ആണ് അഡ്വൈസ് നിങ്ങളുടെ. അപ്പോൾ ഇവിടെ ആദ്യം ഒരു ഇംബാലൻസ് ഞാൻ കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിങ്ങൾ കുറേ എഫേർട്ട് ഇടണു, മറ്റേ സ്ഥലത്ത് ഒന്നും എഫേർട്ട് ഇടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ മേ ബി പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ഒരു പേഴ്സൻ്റെ അടുത്ത് കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, അവരെ അപ്രീഷിയേറ്റ് ചെയ്യണില്ല. ഇല്ലാച്ചാൽ വർക്കിലും നിങ്ങൾ കുറേ യുനോ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പൈസ ഇടുന്നുണ്ട്, പക്ഷെ അതുമാതിരി റിട്ടേൺസ് ഇല്ല. അപ്പോൾ ഏസസ് അതിൻ്റെയൊക്കെ സൊല്യൂഷൻ ഈ മാസം നിങ്ങൾക്ക് കിട്ടും. ഒരു സ്റ്റാഗ്നന്റ് എനർജിയിൽ നിന്ന് നിങ്ങൾ ഈ മാസം പുറത്തു വരാൻ പോകുന്നുണ്ട്. ക്ലാരിറ്റി, കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നുണ്ട് ഈ മാസം. പേജ് ഓഫ് പെന്റിക്കിൾസ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് നിങ്ങളോട് സ്മോൾ സ്റ്റെപ്സ് എടുത്ത് മുമ്പോട്ട് പോവാ. ഉടനെ എനിക്ക് അതുവരെ എത്തണം എന്ന് അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചാൽ ചിലപ്പോൾ അത് വർക്ക്ഔട്ട് ചെയ്യില്ല. അപ്പോൾ ചെറിയ ചെറിയ ഗോൾസ് വെക്കുക എല്ലാ ദിവസം. ഓക്കെ, ആൻഡ് അതിനെ അച്ചീവ് ചെയ്യാൻ നോക്കുക. ലവേഴ്സ് ആണ് ഇവിടെ നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ ജെമിനൈ എനർജി. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഈ മാസം നിങ്ങളൊരു സ്പെഷ്യൽ പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിൽ ഉള്ള പേഴ്സൺ ആണ്. ആരോ റീകണക്ട് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റിന്. ഈ പേഴ്സൺ ഇപ്പോൾ വേഗം റീച്ച് ഔട്ട് ചെയ്യും, മെസ്സേജ് ചെയ്യും, കോൾ ചെയ്യും. എന്നുവെച്ചാൽ നൈറ്റ് ഓഫ് സോൾസ് ഒരു ഇമ്പൾസീവ് എനർജിയാണ്, വേഗം വരാൻ പോണ എനർജിയാണ്. അപ്പോൾ ഇത് ജാനുവരിയിൽ തന്നെ ഉണ്ടാവാൻ പോണ സംഭവമാണ്. ഔട്ട്കം നിങ്ങളുടെ
ഏസ് ഓഫ് കപ്സ്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ലവില്. അപ്പോൾ ജാനുവരി എൻഡ് ആവുമ്പോഴേക്കും ഞാൻ പറഞ്ഞ മാതിരി ആരോ പാസ്റ്റിന് ആരോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ആൻഡ് അത് ഒരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക. ഒരു പുതിയ സ്റ്റെപ്പ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണു നിങ്ങളുടെ ലൈഫിനെ. 3 of Wands, നിങ്ങൾ എവിടെയോ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചേഞ്ച് ഈ മാസം വരാൻ പോകുന്നുണ്ട്. ആൻഡ് അത് മോസ്റ്റ്ലി ഇതൊരു റൊമാൻറ്റിക് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ റൊമാൻറ്റിക് അല്ലാച്ചാലും ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആണ് വരാൻ പോണേ നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? എക്വേരിയസിന് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജ് ഇവിടെ ഹോൾഡ് യുവർ വിഷൻ എന്ന് വന്നിട്ടുണ്ട്. ഫിക്സ്ഡ് മൂൺ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഡ്രീംസും ഗോൾസൊക്കെ അത് അച്ചീവ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഇമ്പോസിബിൾ ടാസ്ക് ഒന്നും അല്ല. അപ്പോൾ ആ വിഷനെ ഹോൾഡ് ചെയ്യുക എന്നുവെച്ചാൽ എത്രയും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണു പോസിറ്റീവ് കാര്യങ്ങൾ, അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അതൊക്കെ വരാൻ തുടങ്ങും. പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ മാസം തൊട്ടിട്ട് നിങ്ങളുടെ നല്ല സമയം തുടങ്ങണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് സമയം കൊടുക്കുക. കാര്യങ്ങൾ ആവാൻ കുറച്ച് സമയം എടുക്കും, പക്ഷെ അത് ശരിയായി സമയമാകുമ്പോൾ എല്ലാം വർക്കൗട്ട് ആവും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ കാണുന്നത് സൈൻസ്, വെർഗോ, കുറേ അക്വേരിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്. ജെമിനായി ഇവിടെ കണ്ടു നമ്മൾ. ആൻഡ് ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈൻസ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നു. ബട്ട് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസിലൊക്കെ. നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിങ് വേണം നിങ്ങൾക്ക് വേണമെച്ചാൽ ബുക്ക് ചെയ്യാം. അത് പേഴ്സണൽ റീഡിങ്സ്, പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.